നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഒരു ലേഖനത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കാനാണ്. 2025 ഓണാഘോഷങ്ങളുടെ ആ ഒരു ഗംഭീര സമാപനം തിരുവനന്തപുരം നഗരത്തിൽ നടന്ന വലിയൊരു സാംസ്കാരിക ഘോഷയാത്രയെക്കുറിച്ചാണ് ഈ ലേഖനം പറയുന്നത്. നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഈ ലേഖനം ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്? ഇതൊരു എന്താ പറയുക, വെറുമൊരു വാർത്താ റിപ്പോർട്ടല്ല. 2025 സെപ്റ്റംബർ 9 ആ ചൊവ്വാഴ്ച നടന്ന സമാപന ഘോഷയാത്രയുടെ ഒരു തരം വർണ്ണചിത്രം വരച്ചു കാട്ടാനാണ് ഇത് ശ്രമിക്കുന്നത്. ഒരാഴ്ച നീണ്ട ഓണാഘോഷങ്ങളുടെ ആ അവസാനത്തെ ആവേശം, പിന്നെ പങ്കെടുത്തവരുടെ എണ്ണം, കലാരൂപങ്ങളുടെ വൈവിധ്യം, അവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ളൊരു ഫീൽ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ വിവരണത്തിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേർതിരിച്ചെടുക്കുക. ആ ഘോഷയാത്രയുടെ ഒരു പ്രാധാന്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ആ വിവരണത്തിലേക്ക് പോകാം, അല്ലേ? ലേഖനം നമ്മളെ കൊണ്ടുപോകുന്നത് ആ ചൊവ്വാഴ്ച വൈകുന്നേരത്തേക്കാണ്. സമയം ഏകദേശം ഒരു 4 മണി. തിരുവനന്തപുരം നഗരം, കാവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ റോഡിൻ്റെ സൈഡിലൊക്കെ ആളുകളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരാഴ്ചത്തെ ഓണാഘോഷം തീരുകയാണല്ലോ. അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് കാണാനുള്ള ആവേശത്തിലാണ് എല്ലാവരും. ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ ഘോഷയാത്ര തുടങ്ങുന്നത്. ലേഖനത്തിൽ പറയുന്ന പോലെ ഇതൊരു പെട്ടെന്ന് തീർന്ന ഒന്നായിരുന്നില്ല. വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി ഏകദേശം 7 മണി വരെ. അതെ, അതായത് ഒരു 3 മണിക്കൂറോളം നീണ്ടുനിന്നു. ഇത് തന്നെ അതിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ തരുന്നുണ്ടല്ലേ? തീർച്ചയായും. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ഘോഷയാത്രയ്ക്ക് അത് വളരെ ദൈർഘ്യമുള്ള സമയം തന്നെയാണ്. ഇത് വെറുതെ കുറച്ചുപേർ നടന്നു പോകുന്ന പോലെയല്ല. ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ സ്ഥലം, തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്തുകൂടി കാവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം വരുമത്. ലേഖനത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വഴിയുടെ 2 സൈഡിലും ആയിരക്കണക്കിന് നാട്ടുകാർ. അതെ, ആയിരക്കണക്കിനെന്നാ പറയുന്നത്. ഒരുപക്ഷെ അതിലും കൂടുതലുണ്ടാവാം. ശരിക്കും ഒരു ജനസാഗരം തന്നെ ആയിരുന്നിരിക്കണം. റോഡിനിരുവശവും തിങ്ങി നിറഞ്ഞ ആ ജനക്കൂട്ടം, അതുതന്നെ ഈ പരിപാടിയുടെ ഒരു ജനകീയ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഈ ഘോഷയാത്രയ്ക്ക് ജീവൻ നൽകിയത് അതിലെ കലാകാരന്മാരും കലാരൂപങ്ങളുമാണ്. ലേഖനത്തിലെ കണക്ക് വിശ്വസിക്കാമെങ്കിൽ ഏകദേശം 1000-ഓളം കലാകാരന്മാർ. 1000 പേർ. അവർ അവതരിപ്പിച്ചത് 91 വ്യത്യസ്ത കലാരൂപങ്ങൾ. ഇത് ശരിക്കും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു നമ്പറാണ്. 1000 ആർട്ടിസ്റ്റുകൾ, 91 തരം കലാരൂപങ്ങൾ, അതും ഒരൊറ്റ ഘോഷയാത്രയിൽ. അതെ, ആ കണക്കുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1000 കലാകാരന്മാരെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. പിന്നെ 91 വ്യത്യസ്ത കലാരൂപങ്ങൾ. അത് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു സാംസ്കാരിക വൈവിധ്യം, അതിന്റെ ഒരു നേർക്കാഴ്ചയാണ്. ശരിയാണ്. ഇതിലും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി ലേഖനം പറയുന്നുണ്ട്. എന്താണത്? ഈ 91 കലാരൂപങ്ങളിൽ 8 എണ്ണം അത് കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതായിരുന്നു. ഓഹോ, അപ്പൊ നമ്മുടെ തനത് കലാരൂപങ്ങൾ മാത്രമല്ല. അല്ല, എന്തിനായിരിക്കും ലേഖകൻ ഈ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ലേഖനത്തിൽ തന്നെ ഓണത്തെ ലോക മലയാളികളുടെ ദേശീയ ഉത്സവം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അപ്പോ മറ്റു സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചത് ഒരു പക്ഷേ ഇതൊരു പ്രാദേശിക ആഘോഷം എന്നതിലുപരി ഒരു ദേശീയ ഉത്സവത്തിന്റെ തലത്തിലേക്ക് അങ്ങനൊരു ഫീല് കൊടുക്കാനായിരിക്കാം. അല്ലെങ്കിൽ ഒരു സാംസ്കാരിക വിനിമയം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നൊരു സന്ദേശം, അതുമാകാം. ഒരു പക്ഷേ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരം അന്ന് വൈകുന്നേരം ഒരു മിനി ഇന്ത്യ പോലെ ആയിരുന്നിരിക്കണം. ശരിയാണല്ലോ. കലാരൂപങ്ങൾ മാത്രമല്ല, കാഴ്ചയുടെ കാര്യത്തിലും കുറവുണ്ടായിരുന്നില്ല. ഏകദേശം 60ഓളം ഫ്ലോട്ടുകൾ. അതെ, 60 ഫ്ലോട്ടുകൾ. ലേഖനത്തിൽ മനോഹരവും വൈവിധ്യമാർന്നതുമായ ഫ്ലോട്ടുകൾ എന്നാണ് പറയുന്നത്. ഈ ഫ്ലോട്ടുകൾ എന്തിനെക്കുറിച്ചായിരുന്നു എന്നൊന്നും വിശദീകരിക്കുന്നില്ല. ഇല്ല. പക്ഷേ ആ വൈവിധ്യം എന്ന വാക്ക്, അത് സൂചിപ്പിക്കുന്നത് പലതരം തീമുകൾ, പല ആശയങ്ങൾ, അതൊക്കെ അതിലുണ്ടായിരുന്നിരിക്കാമെന്നാണ്. ചിലപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ സാമൂഹിക കാര്യങ്ങൾ, വികസനം, പുരാണം, അങ്ങനെ പലതും സാധ്യതയുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണാനും പിന്നെ ക്യാമറയിൽ പകർത്താനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. അതിൽ വിദേശ വനിതകൾ അടക്കമുള്ള ധാരാളം അതിഥികൾ ഉണ്ടായിരുന്നുവെന്നും ലേഖനം പ്രത്യേകം പറയുന്നുണ്ട്. ഇത് വെറുതെ വന്നവരാണോ, അതോ
ഈ പരിപാടിക്ക് ഒരു ഇന്റർനാഷണൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും സംഘാടകർ ശ്രമിച്ചതിന്റെ ഭാഗമാണോ? അതത്ര വ്യക്തമല്ല ലേഖനത്തിൽ നിന്ന്. അല്ല. പക്ഷെ ആ പരാമർശം എന്തായാലും പരിപാടിയുടെ ഒരു ഗൗരവം കൂട്ടുന്നുണ്ട്. തീർച്ചയായും. ജനപങ്കാളിത്തത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ. ലേഖനം അതിനൊന്നുകൂടി ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഉം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായത്തിലുള്ളവരുടെയോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരുടെയോ മാത്രം പരിപാടിയായിരുന്നില്ല. അതെ. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ വളരെ ആവേശത്തോടെ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതൊരു തലമുറകളുടെ ഒത്തുചേരൽ കൂടിയായിരുന്നു എന്ന് വേണം കരുതാൻ. ശരിയാണ്. ഒരു ഒഫീഷ്യൽ പരിപാടി എന്നതിനേക്കാൾ ഒരു വലിയ സോഷ്യൽ ഗ്യാതറിംഗ് ആയിട്ട് മാറി. ലേഖകന്റെ ഭാഷയിൽ പറഞ്ഞാൽ റോഡിന്റെ ഇരുവശവും ജനനിബിഡമായിരുന്നു. ഈയൊരു ജനകീയ പങ്കാളിത്തമാണ് ശരിക്കും ഇത്തരം ആഘോഷങ്ങൾക്കൊരു അർത്ഥം കൊടുക്കുന്നത്. തീർച്ചയായും. സർക്കാരിനോടോ സംഘാടകർക്കോ മാത്രമായിട്ടൊരു പരിപാടി വിജയിപ്പിക്കാൻ പറ്റില്ലല്ലോ. ജനങ്ങൾ അത് ഏറ്റെടുക്കുമ്പോഴാണ് അതൊരു ഉത്സവമായി മാറുന്നത്. ഈ ലേഖനം അങ്ങനെ ഒരു ചിത്രമാണ് തരുന്നത്. ആ ഒത്തുചേരലിന്റെയും സന്തോഷത്തിന്റെയും ഒരു ചിത്രം ലേഖകൻ വളരെ ഭംഗിയായിട്ട് വാക്കുകളിൽ വരച്ചിടുന്നുണ്ട്. അതെ. അച്ഛന്മാരുടെയും അപ്പൂപ്പന്മാരുടെയും മുതുകിൽ വരെ കയറിയിരുന്ന് കുഞ്ഞുങ്ങൾ കാഴ്ചകൾ കാണുന്ന അപൂർവ ദൃശ്യങ്ങൾ എവിടെയും കാണാമായിരുന്നു എന്നൊരു വാചകമുണ്ട്. ഓർക്കുന്നു. അത് ഒരുപക്ഷെ ലേഖനത്തിലെ ഏറ്റവും ഒരു ടച്ചിങ് ആയ ഭാഗം അതാണ്. ശരിയാണ്. എന്തുകൊണ്ടായിരിക്കും ലേഖകൻ ഈ ഒരു കാഴ്ച എടുത്തു പറഞ്ഞത്? ഇതൊരു വെറുമൊരു കൗതുക കാഴ്ച എന്നതിലുപരി ആ ഘോഷയാത്ര സാധാരണക്കാരിലുണ്ടാക്കിയ ഒരു ആവേശം, അതെ, പിന്നെ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളത, തലമുറകളിലൂടെ കൈമാറുന്ന ഒരു അനുഭവം, അതെല്ലാം ആ ഒരൊറ്റ വാചകത്തിലുണ്ട്. ഉണ്ട്. ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിലും ഓരോ കുടുംബവും അവരവരുടെ ആ ഒരു സന്തോഷം കണ്ടെത്തുന്നു, പങ്കുവയ്ക്കുന്നു. അതെ, ഇത് ആ ഘോഷയാത്രയുടെ ജനകീയ മുഖം അതിനടിവരയിടുന്നു. തീർച്ചയായും. എന്നാൽ ആ ജനകീയ ഉത്സവ പ്രതീതി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ പരിപാടിയുടെ ആ ഒരു ഔദ്യോഗിക തലത്തിലുള്ള പ്രാധാന്യം അതും ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഭരണതലവന്മാർ, മുഖ്യമന്ത്രിയും ഗവർണറും അവർ ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഇത് ആ പരിപാടിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒഫീഷ്യൽ അംഗീകാരം തന്നെയാണ്. ശരിയാണ്. അതോടൊപ്പം VIP പവലിയനുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ 100 കണക്കിന് MLA-മാർ. ഈ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എന്ന പ്രയോഗം ശ്രദ്ധിക്കണം. അതെന്താ? ഓണം പോലുള്ള ഒരു സാംസ്കാരിക ആഘോഷം അത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമാണെന്ന് കാണിക്കാനാണോ ലേഖകൻ ശ്രമിക്കുന്നത്? അതോ സംസ്ഥാനത്തിന്റെ ഒരു പ്രധാന സാംസ്കാരിക ഷോക്കേസിൽ എല്ലാവരും ഒന്നിച്ചു എന്ന് പറയാനാണോ? ആകാം. കാരണം എന്തായാലും ഈ ഒരു ഒരുമിച്ചുള്ള സാന്നിധ്യം പരിപാടിയുടെ പ്രാധാന്യം കൂട്ടുന്നുണ്ട്. പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ വലിയൊരു നിരയും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് കാണിക്കുന്നത് ഈ പരിപാടിയുടെ സംഘാടനത്തിലും നടത്തിപ്പിലും സ്റ്റേറ്റ് ഗവൺമെന്റ് എത്രത്തോളം ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാണ്. ഇത് വെറുമൊരു ആഘോഷമെന്നതിലുപരി സംസ്ഥാനത്തിന്റെ ഒരു ഷോക്കേസ് ഇവന്റ് കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ശരിയാണ്. ഇത്രയും വലിയ ഒരുക്കങ്ങള്, ഇത്രയും ജനപങ്കാളിത്തം, ഇതിനെല്ലാം മുകളിൽ ഭാഗ്യത്തിന് പ്രകൃതിയും അന്ന് കനിഞ്ഞൂന്ന് പറയാം. ലേഖനത്തിലൊരു വാചകമില്ലേ, അങ്ങനെ ഇന്നത്തെ മഴ മാറി നിന്ന ഈ വൈകുന്നേരം ഓണത്തിന് അതിഗംഭീരമായ യാത്രയപ്പാണ് കേരളം നൽകിയത്. ഉണ്ട്. ഒരുപക്ഷേ സാധാരണ പോലെ വൈകുന്നേരം മഴ പെയ്തിരുന്നെങ്കിൽ ആകെ കൊളായനെ. അതെ, ഇത്രയും മണിക്കൂർ നീണ്ട ഘോഷയാത്രയുടെ ഒരു നിറം പോയേനെ, ആളുകളുടെ ആവേശത്തെയും ബാധിച്ചേനെ. ശരിയാണ്. മഴ മാറി നിന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് പരിപാടിയുടെ വിജയത്തിനൊരു ഘടകമായി ലേഖകൻ കാണുന്നു. അപ്പോ ഇതിന്റെ എല്ലാം ഒരു ആകത്തുക എന്താണ്? ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം 2025 ആ ഓണാഘോഷ സമാപന ഘോഷയാത്ര അതൊരു വെറുമൊരു ചടങ്ങായിരുന്നില്ല. അല്ല, മറിച്ച് അത് കലയുടെയും സംസ്കാരത്തിന്റെയും പിന്നെ ജനകീയ പങ്കാളിത്തത്തിന്റെയും അതോടൊപ്പം ഔദ്യോഗിക പ്രൗഢിയുടെയും ഒരു വലിയ സംഗമമായിരുന്നു. അതെ. ആയിരക്കണക്കിന് കലാകാരന്മാർ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കാഴ്ചക്കാർ, സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വം, ഇവരെല്ലാം ഒന്നിച്ചൊരുക്കിയ കേരളത്തിന്റെ ആ ഒരു സാംസ്കാരിക ശക്തിയും വൈവിധ്യവും വിളിച്ചോതുന്നൊരു അതിഗംഭീരമായ പരിപാടിയായിരുന്നു അത്. അതാണ് ഈ വിവരണം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ലേഖനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായ പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുത്താലോ? ഇത് വെറും ഫാക്ട്സ് ലിസ്റ്റ് ചെയ്യല്ല, പക്ഷെ ആ വിവരണത്തിൽ ഊന്നൽ കൊടുത്ത കാര്യങ്ങൾ. ഒന്ന്, അതിൻ്റെ ആ ഒരു അസാധാരണമായ സ്കെയിൽ. 3 മണിക്കൂർ, 3 കിലോമീറ്റർ, 1000 കലാകാരന്മാർ, 91 കലാരൂപങ്ങൾ, 60 ഫ്ലോട്ടുകൾ.
ഇതൊക്കെ കാണിക്കുന്നത് ഇതൊരു സാധാരണ ഘോഷയാത്രയല്ല, വളരെ വിപുലമായ ഒരു സാംസ്കാരിക പ്രദർശനമായിരുന്നു എന്നാണ്. ശരിയാണ്. ആ നമ്പറുകൾ തന്നെ അത് പറയുന്നുണ്ട്. 2. സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഒരു ആഘോഷം. നമ്മുടെ തനത് കലാരൂപങ്ങൾക്കൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവ കൂടി ഉൾക്കൊള്ളിച്ചത്. അത് ഓണത്തിന്റെ ഒരു ദേശീയമാനം അല്ലെങ്കിൽ സാംസ്കാരിക വിനിമയം അതിനെ എടുത്തു കാണിക്കുന്നുവെന്ന് ലേഖകൻ പറയുന്നു. അതെ, ആ ഒരു ഉൾക്കൊള്ളൽ. മൂന്നാമതായി ജനകീയ പങ്കാളിത്തവും ആ ഉത്സവ പ്രതീതിയും. ആയിരക്കണക്കിന് സാധാരണക്കാർ, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആവേശത്തോടെ പങ്കെടുത്തത്, അത് ആ പരിപാടിയുടെ ഒരു സാമൂഹിക സ്വഭാവം അതിനടിവരയിടുന്നു. ആ കുട്ടികൾ തോളിലിരുന്ന് കാണുന്ന കാഴ്ച. അതെ, അത് ശരിക്കും അതിൻ്റെ ഒരു പ്രതീകാണ്. 4. ഉന്നത തലത്തിലുള്ള ഒരു ഔദ്യോഗിക ശ്രദ്ധ. മുഖ്യമന്ത്രി, ഗവർണർ, MLA-മാർ, ഉദ്യോഗസ്ഥർ ഇവരുടെയൊക്കെ സാന്നിധ്യം, അത് സ്റ്റേറ്റ് ഈ പരിപാടിക്ക് കൊടുത്ത പ്രാധാന്യം കാണിക്കുന്നു. ഒരു സ്റ്റേറ്റ് ഇവന്റ് എന്ന നിലയിൽ. അതെ, ഒരുപക്ഷേ ഇതൊരു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്നുള്ളൊരു സന്ദേശം കൂടിയായിരിക്കാം. പിന്നെ അവസാനമായിട്ട് ഒരു അന്താരാഷ്ട്ര ശ്രദ്ധയുടെ ഒരു സൂചന. വിദേശികളുടെ കാര്യം. അതെ, വിദേശികൾ ഉൾപ്പെടെയുള്ള അതിഥികളുടെ സാന്നിധ്യം ഒരുപക്ഷെ ഈ പരിപാടിക്ക് പുറത്തും ശ്രദ്ധ കിട്ടിയിരിക്കാം എന്ന് അതൊരു സൂചന നൽകുന്നു. കൃത്യമാണ്. ഈ ലേഖനം അത് വെറും കണക്കുകൾ പറയുകയല്ല ചെയ്യുന്നത്. ആ ഘോഷയാത്രയുടെ ഒരു അനുഭവം അത് വായനക്കാരനെ കിട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ശരിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആയിരക്കണക്കിന് ജനനിബിഡം, അപൂർവ ദൃശ്യങ്ങൾ, അതിഗംഭീരം പോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ആ ഘോഷയാത്രയുടെ വലുപ്പം മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു വൈബ്, ആവേശം, ജനങ്ങളുടെ ഒത്തൊരുമ, കാഴ്ചയുടെ ഭംഗി അതൊക്കെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ലേഖകൻ തെരഞ്ഞെടുത്ത വാക്കുകളും ആ വിവരണങ്ങളും ഒക്കെ ചേർന്ന് വളരെ സക്സസ്ഫുള്ളായ, ഓർഗനൈസ്ഡായ, എന്നാൽ അതേസമയം ജനകീയവും സന്തോഷകരവുമായ ഒരു പരിപാടിയുടെ ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇത്തരം വലിയ സാംസ്കാരിക ഒത്തുചേരലുകൾ അതെങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഒരു ഐക്യബോധം വളർത്തുന്നത്, ഒരു നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നൊക്കെ ഈ വിവരണം പരോക്ഷമായി നമ്മളോട് പറയുന്നുണ്ട്. ഈ ലേഖനം നമുക്ക് തന്നത് 2025-ലെ ഓണാഘോഷ സമാപനത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. ഇതുപോലുള്ള വലിയ, സംഘടിതമായ സാംസ്കാരിക ആഘോഷങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരും. ഇത്ര വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് പ്രശ്നങ്ങളൊക്കെയുള്ള ഇന്നത്തെ ലോകത്തിൽ നമ്മുടെയൊക്കെ തനതായ പാരമ്പര്യങ്ങൾ, ആഘോഷരീതികൾ അതൊക്കെ സംരക്ഷിക്കുന്നതിൽ ഇത്തരം വലിയ ഇവന്റുകൾക്ക് എന്തു പങ്കാണുള്ളത്? അതൊരു നല്ല ചോദ്യമാണ്. സമൂഹത്തിലൊരു ഐക്യവും കൂട്ടായ്മയും ഒക്കെ ഉണ്ടാക്കാൻ ഇവയ്ക്ക് ശരിക്കും സാധിക്കുന്നുണ്ടോ? അതോ ഇവ വെറും കാഴ്ചയുടെ ഉത്സവങ്ങളായി മാറുന്നുണ്ടോ? കാലം പോകുന്തോറും ഈ ആഘോഷങ്ങളുടെ ഒരു സ്വഭാവത്തിൽ എന്തു മാറ്റങ്ങളായിരിക്കും വരാൻ സാധ്യത? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇതൊരു ചിന്തയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ പറയുന്നു. 2025-ലെ ആ ഓണാഘോഷ സമാപന ഘോഷയാത്രയെക്കുറിച്ചുള്ള വിവരണത്തിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ ഈയൊരു യാത്ര അതിവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾ നൽകിയ ഈ ലേഖനത്തിലെ വിവരങ്ങൾ, പുതിയ ചില കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് തന്നു എന്ന് കരുതുന്നു. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.